മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റം അനുനയത്തിലേക്ക് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിർദ്ദേശത്തിൽ റോജി എം ജോൺ എംഎൽഎ ഇടഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ത്രിതല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പ് ജനുവരി 5-നും 7-നും ഇടയിൽ നടത്തണം. തൃശൂർ മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS ഫണ്ട് തട്ടിയവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് വിജിലൻസ് ശുപാർശ. താൽക്കാലിക ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ തട്ടിപ്പിൽ ആരോപണ വിധേയർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കോൺഗ്രസിന് നാണക്കേടായ മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റം അനുനയത്തിലേക്ക് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിർദ്ദേശത്തിൽ റോജി എം ജോൺ എംഎൽഎ ഇടഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടിക്കൊപ്പം തന്നെയാണ് തങ്ങളെന്ന് റോജിയോട് അച്ചടക്ക നടപടി നേരിട്ട നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും വിശദീകരിച്ചു. മറ്റത്തൂരിൽ BJPയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല. CPMനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതായിരുന്നു പ്രാദേശികമായി അവിടുത്തെ പാർട്ടിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി സ്വതന്ത്രനായി ജയിച്ച ഒരാളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. തങ്ങൾ പിന്താങ്ങിയ സ്വതന്ത്രനെ BJPയും പിന്തുണച്ചു. എന്നല്ലാതെ BJPയുമായി ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഒരു കോൺഗ്രസ് അംഗവും BJP നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിട്ടില്ല. സ്വതന്ത്ര അംഗത്തെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം BJP കൂട്ടുകെട്ടായി മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഇടഞ്ഞു നിൽക്കുന്നവർ വിശദീകരിച്ചു. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് നടപടി സ്വീകരിച്ചതെന്ന് നേരത്തെ ഇവർ KPCC അധ്യക്ഷനെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സണ്ണി ജോസഫ് ഇവരോട് റോജി എം ജോണിനെ കാണാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇവർ അങ്കമാലിയിലെ റോജിയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നും അംഗങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. DCC സെക്രട്ടറിയായിരുന്ന TN ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് അംഗങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തിയത്. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നത് പരിഗണിക്കാമെന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചിരുന്നില്ല. ഇത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വം ഇവരെ അറിയിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. അനുനയ ചർച്ചകൾ തുടരുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. മീഡിയ ടൈം, കൊടകര. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ STPIയുടെ പിന്തുണയോടെ കോൺഗ്രസ് ഭരണം പിടിച്ചതിൽ അച്ചടക്ക നടപടിയുമായി കോൺഗ്രസ്. DCC എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. എന്നാൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും വർഗീസ് പറഞ്ഞു. സസ്പെൻഡ് ചെയ്തത് എന്തിനാണെന്നറിയില്ല, കാരണമില്ലാതെ പുറത്താക്കിയതിൽ വേദനയുണ്ടെന്നും വർഗീസ് പറഞ്ഞു. എനിക്കിതിനെപ്പറ്റി ഒരു അറിയിപ്പുമില്ല, എന്താ നിലപാട് എന്നോട് പറഞ്ഞിട്ടുമില്ല. ഞാനതിലൊരു ഭാഗവാക്കല്ല. ഏതെങ്കിലും ഒരു നേതൃത്വം എന്നെ ഫോൺ വിളിച്ചിട്ടോ ഇതാണ് നേതൃത്വമെന്നോ ഇത് പറയാൻ ഞാനാ ഈ കമ്മിറ്റിയിൽ അംഗാവണ്ടേ. ഈ കോർ കമ്മിറ്റിയില് വലിയ DCC എന്താ പറയുക KPCC ജനറൽ സെക്രട്ടറി വന്നിട്ട് ചേർന്ന യോഗമാണ്. അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇത് ബന്ധം പാടില്ല എന്നാ ബന്ധം വേണമെന്നാ ഇതൊന്നും എനിക്കറിയില്ല. ഞാനിതിലൊന്നും അംഗമല്ല. പിന്നെ എന്തിനാണ് എന്നെ പുറത്താക്കിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ചാനലുകൾ വരുമ്പോഴാണ് ഞാനിത് മനസ്സിലാക്കാൻ എന്നെ പുറത്താക്കിയത്. എനിക്കതറിയില്ല പുറത്താക്കിയോ അകത്താക്കിയോന്ന്. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? ഇതേവരെ എനിക്ക് പുറത്താക്കിയതിൽ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ചെയർപേഴ്സൺമാരുടെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതനുസരിച്ച് അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 5-നും 7-നും ഇടയിൽ നടത്തണം. തുടർന്ന് അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് അതത് വരണാധികാരികൾ പൂർത്തിയാക്കണം. ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ചെയർപേഴ്സൺമാരുടെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യ വിദ്യാഭ്യാസം എന്നിങ്ങനെ 4ഉം, ജില്ലാ പഞ്ചായത്തുകളിൽ ധനകാര്യം, വികസനകാര്യം, പൊതുമരാമത്തുകാര്യം, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യം, ക്ഷേമകാര്യം എന്നിങ്ങനെ 5ഉം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് രൂപീകരിക്കേണ്ടത്. മുനിസിപ്പാലിറ്റികളിൽ ധനകാര്യം, വികസനകാര്യം, ആരോഗ്യകാര്യം, മരാമത്തുകാര്യം, വിദ്യാഭ്യാസ, കലാ കായിക കാര്യം, ക്ഷേമകാര്യം എന്നിങ്ങനെ 6ഉം, കോർപ്പറേഷനുകളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, മരാമത്തുകാര്യം, നഗരാസൂത്രണകാര്യം, നികുതി അപ്പീൽ കാര്യം, വിദ്യാഭ്യാസ, കായിക കാര്യം എന്നിങ്ങനെ 8ഉം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് വേണ്ടത്.
ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിന് അതാത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ചുമതല. ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഡെപ്യൂട്ടി കളക്ടർ ADM വരണാധികാരിയായിരിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് യോഗം വിളിക്കുന്ന സ്ഥലം, തീയതി, സമയം എന്നിവ കാണിച്ച് വരണാധികാരികൾ എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും യോഗ തീയതിക്ക് 5 ദിവസം മുമ്പും, അധ്യക്ഷരെ തിരഞ്ഞെടുക്കുന്നതിന് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും യോഗ തീയതിക്ക് 2 ദിവസം മുമ്പും നോട്ടീസ് നൽകണം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വൈസ് പ്രസിഡന്റ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ വനിതകൾക്ക് സംവരണം ചെയ്തതാണെങ്കിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സ്ത്രീ സംവരണ സ്ഥാനത്തേക്ക് ഒരംഗത്തെ കൂടി തെരഞ്ഞെടുക്കണം. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും സ്ത്രീ സംവരണ സ്ഥാനത്തേക്കാണ് ആദ്യം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. സ്ത്രീ സംവരണ സ്ഥാനങ്ങൾ നികത്തിയതിനു ശേഷമാണ് മറ്റംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്. മീഡിയ ടൈം, മാള. തൃശൂർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS ഫണ്ട് തട്ടിയവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് വിജിലൻസ് ശുപാർശ. കേസിലെ പരാതിക്കാരന് ഹൈക്കോടതി രജിസ്ട്രാർ നൽകിയ കത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. താത്കാലിക ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ തട്ടിപ്പിൽ ആരോപണ വിധേയരാണ്. തൃശൂർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS ഫണ്ട് തട്ടിയ കേസിലെ കുറ്റക്കാർക്കെതിരെ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ ചെറുമനങ്ങാട് സ്വദേശി ലിബിൻ K. മോഹനൻ നവംബറിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കത്ത് ലഭിച്ചത്. കേസ് തീർപ്പാക്കുന്നതായും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2023 ജൂണിൽ അന്നത്തെ ജില്ലാ കളക്ടർ കൃഷ്ണതേജയാണ് HDS ഫണ്ട് തട്ടിപ്പ് കണ്ടെത്തിയത്. കളക്ടറുടെ ശുപാർശയിൽ നടപടികളൊന്നും സ്വീകരിക്കാത്തതിനെ തുടർന്ന് ലിബിൻ ഹൈക്കോടതിയെ സമീപിച്ച് തുടരന്വേഷണത്തിനുള്ള ഉത്തരവ് സമ്പാദിക്കുകയായിരുന്നു. ലക്ഷങ്ങളുടെ ക്രമക്കേടായിരുന്നു 2023 ജില്ലാ കളക്ടറുടെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത്. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 80 ലക്ഷം രൂപയുടെ തട്ടിപ്പും കണ്ടെത്തി. വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചു. 6 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ 2024 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും സർക്കാർ തലത്തിൽ ഉണ്ടായില്ല. താത്കാലിക ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ തട്ടിപ്പിൽ ആരോപണ വിധേയരാണ്. മീഡിയ ടൈം, തൃശൂർ. മതിലകം പത്താഴക്കാട് കരോളുമായി പോകുമ്പോൾ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വീട്ടുമുറ്റത്തേക്ക് പാർക്ക് ചെയ്തിരുന്ന ബൊലേറോ വാഹനത്തിന്റെ ചില്ല് തകർത്തതിനും വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ച് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസുകളിൽ 6 പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളിൽ ഒരാൾ ആക്രമിച്ച സംഭവത്തിലാണ് 2ാമത്തെ കേസ്. ക്രിസ്തുമസ് ദിനത്തിൽ പുലർച്ചെ ക്രിസ്തുമസ് കരോളുമായി പോവുകയായിരുന്ന പ്രതികൾ ആല പത്താഴക്കാട് സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ സബീറിന്റെ വീട്ടിലേക്ക് കരോളുമായി വന്ന് സബീറിന്റെ വീട്ടുപറമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുകയായിരുന്നു. ഇത് സബീർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സബീറിന്റെ വീട്ടിൽ കിടന്നിരുന്ന കാറിന്റെ ചില്ല് തകർക്കുകയും സബീറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ വേഴവന സ്വദേശി കുന്നത്ത് വീട്ടിൽ 18 വയസ്സുള്ള ഋത്തിക്, ആല പത്താഴക്കാട് സ്വദേശികളായ പാറക്കൂട്ട് വീട്ടിൽ 18 വയസ്സുള്ള ബിലാൽ, കൂട്ടങ്ങപ്പറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള സിഫാൻ, അവനിപ്പുള്ളി വീട്ടിൽ 19 വയസ്സുള്ള ആദിത്യൻ, പത്താഴക്കാട് സ്വദേശി ചക്കാണ്ടി വീട്ടിൽ അനന്തകൃഷ്ണൻ 18 വയസ്സ് എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാറിന്റെ ചില്ല് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളും ഇവരുടെ രക്ഷിതാക്കളും സബീറും തമ്മിൽ ഇത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാതിക്കാരനായ സബീറും പ്രതികളിലൊരാളായ സിഫാനും തമ്മിൽ വീണ്ടും തർക്കമാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് രാത്രി സബീറിന്റെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞ് സബീറിനെ പട്ടിക വടികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് സിഫാന്റെ പിതാവായ ആല പത്താഴക്കാട് സ്വദേശി കൂട്ടുങ്ങപ്പറമ്പിൽ വീട്ടിൽ സൈഫുദ്ദീൻ എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ SHO വിമോദ്, SIമാരായ അജയ് മേനോൻ, മുഹമ്മദ് റാഫി, GSCPOമാരായ പ്രബിൻ, സനീഷ്, ഷനിൽ, മുഹമ്മദ് സൻസിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മീഡിയ ടൈം, മതിലകം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം പുഴയിൽ പെടുന്നതിന് ജലനിരപ്പ് ഉയർന്നു. പുഴയിൽ കുടുങ്ങിയവരെ നാട്ടുകാർ രക്ഷിച്ചു. ഭീതിയിൽ വിറങ്ങലിച്ച് സഞ്ചാരികൾ. ജലനിരപ്പ് എങ്ങനെ ഉയർന്നുവെന്ന് പരിശോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. പുഴയിൽ പെട്ടെന്ന് വെള്ളം ഉയർന്നതോടെ വിനോദയാത്രക്കാർ പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിപ്പോയി. തെലുങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കുടുങ്ങിയത്. ഇവരെ നാട്ടുകാർ സുരക്ഷിതരായി കരക്കെത്തിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നാണ് അതിരപ്പള്ളിയിലേക്ക് വെള്ളം എത്തുന്നത്. ജില്ലാ ഭരണകൂടം ഡാമിൽ നിന്ന് അധിക ജലം ഒഴുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നില്ല.
ഡാമിന്റെ വാൽവുകളൊന്നും തുറന്നിട്ടില്ലെന്ന് ഡാം എഞ്ചിനീയറും വ്യക്തമാക്കി. രാവിലെ 9 മണിയോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിയിരുന്നുവെന്നും KSEBയും വ്യക്തമാക്കി. സംഭവത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ജലനിരപ്പ് എങ്ങനെ ഉയർന്നുവെന്ന് പരിശോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. വീടിന് മുന്നിലെ മദ്യപാനം ചോദ്യം ചെയ്തതിനെ തുടർന്ന് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയും 2 സുഹൃത്തുക്കളും അറസ്റ്റിൽ. പുത്തമ്പേലിക്കര സ്വദേശി അറപ്പാട്ടി വീട്ടിൽ ശ്രീഹരി, മാള പൊയ്യ സ്വദേശി കാഞ്ഞിരിത്തിങ്കിൽ വീട്ടിൽ അനിൽ, മാള മേലൂർ സ്വദേശി വാടച്ചേക്കിൽ വീട്ടിൽ സഞ്ജു എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SIമാരായ റഷീദ് PM, മുഹമ്മദ് ബാഷി, അനിൽകുമാർ OP, GSPOമാരായ KK ജിബിൻ, CJ ജെമേഴ്സൺ, ഹരികൃഷ്ണൻ IU, KI സാബിർ എന്നിവരാണ് അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. അന്നമനട പൂവത്തുശ്ശേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ മാരത്തോൺ സംഘടിപ്പിച്ചു. അന്നമനട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാരത്തോൺ ലയൺസ് ക്ലബ്ബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇത്തരമൊരു സർവീസ് പ്രൊജക്ട് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. പ്രത്യേകിച്ച് ഈ വർഷം പുതുശ്ശേരി ലയൺസ് ക്ലബിനെ നയിക്കുന്നത് ഒരു വനിതാ ലാൻഡ് ലീഡർ കൂടിയാണ് നയിക്കുന്നത്. പുതുശ്ശേരി ക്ലബ്ബ് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾക്ക് ഈ ക്ലബിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചതാണ്. പ്രത്യേകിച്ച് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുക, കിടപ്പ് രോഗികൾക്ക് വേണ്ടത്ര സഹായങ്ങൾ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാ മാസവും നിരവധി കുടുംബങ്ങൾക്ക് അംഗ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക. ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതുശ്ശേരി ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. അത്രയും മഹത്തായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പാലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ NCC, സ്കൗട്ട്, NSS PCകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, പ്രിൻസിപ്പൽ CD ജിന്നി, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പൂവത്തുശ്ശേരി ജംഗ്ഷനിലെത്തിയ മാരത്തോൺ പാറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ രഘുനാഥൻ, വാർഡ് മെമ്പർ ആൻഡ്രു കാച്ചിപ്പള്ളി, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ T സിദ്ദിഖ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കഞ്ചേരി തുടങ്ങിയവർ സ്വീകരിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷീനൈല അധ്യക്ഷത വഹിച്ചു. പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ഞാനും നമ്മളും ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സംസാരിക്കുന്ന ഈ സ്കൂൾ ഉൾപ്പെടെ ഈ കാലയളവിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് VR സുനിൽകുമാറിൻ്റെ എല്ലാം നേതൃത്വത്തിൽ 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നമുക്കിവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ഇത് പറയുമ്പോൾ ഈ ഹാളുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സുഹൃത്തുലാലകണ്ണായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്, ഒരു തർക്കമില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വാഗ്ദാനമായിട്ടൊന്നും കരുതണ്ട. പക്ഷേ നമുക്ക് മിനിമം എന്നൊരു വാക്ക് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. മാക്സിമത്തിൽ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഭരണസമിതി കാണുന്നത് എല്ലാ കാര്യത്തിലും. അപ്പോൾ UP സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഇവിടെ ഉന്നയിക്കപ്പെട്ട ആവശ്യത്തിനകത്ത് തീർച്ചയായിട്ടും ന്യായമായൊരു പരിഹാരം കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഹാളിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് നൽകുകയാണ്. MP സോണി അധ്യക്ഷത വഹിച്ചു. അമൃത സൂപ്പർ സ്റ്റാർ സിംഗർ ഫെയിം ധ്രുവ S മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത സുനിൽകുമാർ, ബ്ലോക്ക് മെമ്പർമാരായ KV സുജിത് ലാൽ, റോമി ബേബി, PK ഷറഫുദ്ദീൻ, CN പ്രദീപ് കുമാർ, പ്രധാനാധ്യാപിക NS സുനിത, ജോപി മങ്കിട്ടിയാൻ, രഹന സഞ്ചൽ, സുമ ഉണ്ണികൃഷ്ണൻ, ഗിരിജ രാധാകൃഷ്ണൻ, സിനി റഹീം, ജസീന ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ തെക്കൻ താണശ്ശേരി സെന്റ് സേവേഴ്സ് ദേവാലയത്തിൽ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു. ഡിക്കൻ ബിനോയ് തെറ്റലിന് ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻമാർ പോളിക്കണ്ണുകാടൻ തിരുപ്പട്ടം നൽകി. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ജനുവരി 2 വെള്ളിയാഴ്ച ഇടവക ദിനാഘോഷ ദിനത്തിൽ നവവൈദികന് സ്വീകരണം, നവദേവാലയ കൃതജ്ഞതാ പ്രകാശനം, ഞായറാഴ്ച ആദ്യ കുർബാന സ്വീകരണം, സ്ഥൈര്യലേപനം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. അയോഗ്യനായ ഞാൻ മിസുംസാന ആന്റണി എന്നവരോട് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ പോളി കണ്ണുകാടൻ മെത്രാന്റെയും
മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ദിനാചരണം നടന്നു. വിഷ്ണു സഹസ്രനാമ പാരായണം, ലളിത സഹസ്രനാമ പാരായണം, പ്രഭാഷണം, ഭജന എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. പാലക്കാട് അമൃതംഗമയ ഫൗണ്ടേഷൻ ഉണ്ണി, ദിലീപ് നായർ, സാധു കൃഷ്ണാനന്ദ സരസ്വതി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിച്ച് മരിക്കുന്ന ആ കാലയളവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമാണ് ഭഗവാനെ സ്തുതിക്കാൻ കഴിയുക എന്നത്. അതും ഒരുപാട് ദൂരത്തിരുന്ന് ജപിച്ചിരുന്ന നാം ഒന്നിച്ച് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ കളിയാടിയ വില്ലുമംഗലം സ്ഥിതി ചെയ്യുന്ന ഈ ദേശത്ത്, ഈ പുത്തൻചിറയിൽ കൃഷ്ണഭഗവാന്റെ ചൈതന്യ സ്വരൂപം വിളയാടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തിരുന്ന് പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചും ആധികാരികമായുള്ള ശാസ്ത്ര രഹസ്യങ്ങളെക്കുറിച്ചും പറയുന്ന 1000 നാമങ്ങൾ വർണ്ണിക്കുന്ന വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ നമുക്ക് സാധിക്കും. കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് അടിയന്തരമായി പരിഹരിക്കാനുള്ള മാർഗം തേടി ഇ.ടി. ടൈസൺ എം.എൽ.എ യോഗം വിളിച്ചു ചേർത്തു. റോഡിന്റെ പല ഭാഗങ്ങളിലും പൊടിശല്യം രൂക്ഷമാവുകയും മൺകൂനകൾ വർദ്ധിക്കുകയും ചെയ്യുകയാണ്. ഇത് എത്രയും വേഗം പരിഹരിക്കണമെന്നും വാട്ടർ അതോറിറ്റിക്കും കോൺട്രാക്ടർക്കും എം.എൽ.എ നിർദ്ദേശം നൽകി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് കെ സക്കറിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അനസ്, പ്രജീന റഫീഖ്, പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന ജിനൂബ്, അൻസമോൾ, സീന ഇസ്മയിൽ, ദമയന്തി ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ജില്ലാതല ഉപഭോക്തൃ സംഗമം നടന്നു. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. കൊച്ചി കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ സാബു ജോർജ്, ഗവൺമെന്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ മെമ്പർ പ്രിൻസ് തെക്കൻ, CR വത്സൻ, അഡ്വക്കേറ്റ് MD ബെന്നി, ജോസഫ് വർഗീസ് വെളിയത്ത്, PT റപ്പായി, VJ ജോജി തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതുവർഷത്തോടനുബന്ധിച്ച് JCI ചാലക്കുടി കാർണിവൽ 2026 സംഘടിപ്പിക്കുന്നു. ട്രാംവേ ലൈനിൽ മൂലൻസ് സൂപ്പർ മാർക്കറ്റിന് എതിർവശത്ത് 3 ഏക്കറിലുള്ള ഊക്കൻസ് ട്രാംവേ നഗറിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെ നീളും. DJ, ഡ്രംസ്, ഫ്യൂഷൻ ഗാനമേള, പപ്പാഞ്ഞിയെ കത്തിക്കൽ തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. രാത്രി 8:30 സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഈ പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ജുവനൽ ഡയബറ്റിസ് മൂലം കഷ്ടപ്പെടുന്ന കുട്ടികളുടെ സഹായത്തിനും അതിന്റെ ബോധവൽക്കരണത്തിനും പ്രയോജനപ്പെടുത്തുമെന്ന് JCI പ്രസിഡന്റ് ആന്റണിയസ് പാത്താടൻ, ജസ്റ്റോ ജോസ്, വർഗീസ് ഊക്കൻ, ജിജോ പാലക്കൽ, അജിൽ ശിവ തുടങ്ങിയവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റം അനുനയത്തിലേക്ക്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിർദ്ദേശത്തിൽ റോജി M. ജോൺ MLA ഇടഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ത്രിതല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പ് ജനുവരി 5-നും 7-നും ഇടയിൽ നടത്തണം. തൃശൂർ മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS ഫണ്ട് തട്ടിയവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് വിജിലൻസ് ശുപാർശ. താൽക്കാലിക ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ തട്ടിപ്പിൽ ആരോപണ വിധേയർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.